ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ അവർ പാർട്ടിക്ക് മുകളിൽ വളരുക എന്നുള്ളത്. പാർട്ടി ജീവനാണ്, അത് അമ്മയാണ്, ആ ചോരയിൽ അലിഞ്ഞതാണെന്നൊക്കെ പറയും. അതൊക്കെ ഒരു സ്ഥാനത്ത് നിലയുറപ്പിക്കുന്നത് വരെ മാത്രമാണ്. കോൺഗ്രസുകാർ തല്ലുകൊള്ളട്ടെ, CPM-കാർക്ക് ജോലി നൽകാം, എന്നാൽ മാത്രമേ ചില്ലറ തടയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നവരും ഉണ്ട് പാർട്ടി നേതാക്കന്മാര്. പറഞ്ഞു വരുന്നത് MK രാഘവൻ MP-ക്കെതിരെ ഇപ്പോൾ നടക്കുന്ന നീക്കത്തെക്കുറിച്ചാണ്. 2009-ൽ കോഴിക്കോട് പോലെയുള്ള ഒരു ലോക്സഭാ സീറ്റിൽ വിജയിക്കണമെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല പണിയുണ്ടായിരുന്നു. ഒറ്റ നിയമസഭാ സീറ്റ് പോലും കോൺഗ്രസിനില്ല കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ. CPM ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ മണ്ഡലമാണ് കോഴിക്കോട്. ആ സീറ്റിലേക്കാണ് പയ്യന്നൂർകാരനായ MK രാഘവൻ കടന്നു വരുന്നത്. പല നേതാക്കളും കരുണാകരന്റെ കൂടെ പോയ സമയമായതുകൊണ്ട് രാഘവന് സീറ്റ് കിട്ടാൻ കാര്യങ്ങൾ എളുപ്പമായി. അതിനുശേഷം കോഴിക്കോടിന്റെ മണ്ണും മനസ്സും രാഘവേട്ടനെ സ്നേഹിച്ചു, ബഹുമാനിച്ചു, വിശ്വസിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇനി പാർട്ടിയെയും പാർട്ടിക്കാരെയും അങ്ങനെ മൈൻഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതായിരിക്കാം MP കരുതുന്നത്. 20 വർഷത്തേക്ക് MP ആയി വയസ്സാകുന്നു. ഇനി കോൺഗ്രസിനെ ധിക്കരിച്ചാലോ പുലഭ്യം പറഞ്ഞാലോ വലിയ നഷ്ടമൊന്നും വരാനുമില്ല. അതുകൊണ്ട് തൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ കോളേജിൽ ഒരു CPM-കാരന് പണി കൊടുക്കട്ടെ, CPM-കാരൻ പണി എടുക്കട്ടെ എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് രാഘവൻ MP-യുടെ നിലപാട്. കോൺഗ്രസ് ഭരിക്കുന്ന മാടായി കോളേജിൽ കോഴ വാങ്ങി CPM ബന്ധമുള്ള അധ്യാപകനെ നിയമിച്ചു എന്നാണ് MK രാഘവൻ MP-ക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നടുറോഡിലും തെരുവിലും പ്രതിഷേധിക്കുന്നത്. കണ്ണൂർ DCC-യും MK രാഘവൻ MP-ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. മാടായി കോളേജിൽ എത്തിയപ്പോഴായിരുന്നു ഭരണസമിതി ചെയർമാൻ കൂടിയായ MP-യെ തടഞ്ഞു വെച്ചത്. കോഴ വാങ്ങി DYFI പ്രവർത്തകരെ നിയമിച്ചു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം MP-യെ വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയെടുത്തു. അവരെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ അവരെ പുറത്താക്കുകയും ചെയ്തു. MP കാട്ടിയ ചില തെറ്റായ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചതിൽ ചോര നീരാക്കി പണിയെടുക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. ഈ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ ആ ഭാഗത്തുള്ള എല്ലാ നേതാക്കളും അവരുടെ സ്ഥാനങ്ങൾ രാജിവെക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കമാണ് രാജിവെച്ചത്. പ്രസിഡന്റ് ഉൾപ്പെടെ 36 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു ഈ MK രാഘവൻ MP-യുടെ നിലപാടിനെതിരെ. MK രാഘവൻ MP-യുടെ കോലം കത്തിച്ചും നേതാക്കൾ പ്രതിഷേധിച്ചു. അതിനുശേഷം വെള്ളൂർ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് KT ഹരീഷും രാജിവെച്ചിരിക്കുന്നു. ഇതൊന്നും കോൺഗ്രസിനെ സ്നേഹിച്ച് വയറ് നിറഞ്ഞു നിൽക്കുന്ന MK രാഘവൻ MP-ക്ക് പ്രശ്നമേ അല്ല. അദ്ദേഹത്തിന് ഇഷ്ടം CPM-കാർ പണിയെടുക്കുന്നത് കാണാനാണ്. പക്ഷേ പ്രവർത്തകരുടെ വികാരത്തെ കണക്കിലെടുക്കാതെയാണ് MK രാഘവൻ MP നിയമനം നടത്തിയത് എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൂർ DCC നേതൃത്വം KPCC അധ്യക്ഷൻ സുധാകരനെ പരാതി അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ MP-മാരിൽ പലരും പാർട്ടിക്ക് കുറെ മുകളിലായതുകൊണ്ട് ഒരു നടപടിയും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പ്രവർത്തകർക്കറിയാം. അതുകൊണ്ട് പ്രവർത്തകർ തന്നെ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. പലർക്കും താക്കീതായ ആ നടപടിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. Mapilah!